ആരാ? ഞങ്ങളിപ്പുറത്തുണ്ടേ. മായമോളെ, ആഹാ, നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നോ? ആഹാ, ശാന്തേച്ചിയായിരുന്നോ? എന്റെ പൊന്നുമോളെ, ലോകം മൊത്തം അവസാനിക്കാൻ പോവാ, എല്ലാം നശിച്ച്. എന്തോ ചെയ്യാനാ നമ്മൾ? എന്തു ചേച്ചി, എന്തുവാന്നോ? നിങ്ങളപ്പോ പത്രമൊന്നും വായിക്കുന്നില്ലയോ? എന്റെ പിള്ളേരെ മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞ ഇത്രയും വലിയ മിസൈല് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വിടാൻ പോകുന്നു. ഇന്ത്യ മഹാരാജ്യം മൊത്തം നശിക്കും. നമ്മൾ എന്തോ ചെയ്യും ഇനി? അയ്യോ, മിസൈലോ? ആ, അപ്പൊ ഇതൊന്നും വായിക്കുന്നില്ലയോ നിങ്ങള്? അയ്യോ ദൈവമേ, നമ്മളിനി എന്തോ ചെയ്യും? ആ, കൊള്ളാം, രണ്ടാളും കൊള്ളാം. എന്റെ പൊന്നി ചേച്ചി, ഈ മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മെസ്സേജ് ഒന്നും അല്ല. മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരു വലിയ യുദ്ധം ഉണ്ടാവുകയെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു അടിയന്തരാവസ്ഥ ഉണ്ടാവുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മളെയും നമ്മുടെ രക്ഷാപ്രവർത്തകരെയൊക്കെ പ്രാപ്തരാക്കുന്ന, അതിനെ നേരിടാനായിട്ട് പ്രാപ്തരാക്കുന്ന ഒരു പരിശീലനം മാത്രമാണ് ഈ മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞത്. അല്ലാതെ വലിയ മിസൈലും ഒന്നുമല്ല. പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന മിസൈലേ. അയ്യോ, അതാണോ ടി വിയില് ആംബുലൻസും ഫയർഫോഴ്സും ഒക്കെ പാഞ്ഞു പോകുന്ന കണ്ടത്? ആ, അമ്മ ടി വി കണ്ടില്ലേ? അതാണ് ടി വിയിൽ ഇന്നലെ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആംബുലൻസും അതുപോലെ ഫയർഫോഴ്സും നമ്മുടെ മെഡിക്കൽ ടീമും ഒക്കെ എങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അവർ അറ്റൻഡ് ചെയ്യുന്നു എന്ന് അറിയിക്കാനായിട്ട് അവർക്കൊരു ട്രയൽ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്തേക്കുന്നത്. അതിൽ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പേടിക്കുകയും ചെയ്യരുത്. അതിനുവേണ്ടി എല്ലാവർക്കും വേണ്ടി ഒരു പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് ഈ മോക്ക് ഡ്രിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആണോ? അപ്പം അതായിരുന്നു കാര്യം. മോക്ക് ഡ്രിൽ എന്ന് കേട്ടപ്പോഴത്തേക്ക് ഞാനങ്ങ് പേടിച്ചു പോയി. അതുപോലത്തെ പേരല്ലയോ. നമ്മൾ സാധാരണക്കാർ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വലിയ മിസൈലാന്നല്ലേ വിചാരിക്കുന്നു. ഓരോന്ന് ഇറങ്ങിക്കോളും രാവിലെ മനുഷ്യനെ പേടിപ്പിക്കാന്. ഓ, മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അല്ലേ മോളെ, എന്നാലും നമ്മുടെ ഇന്ത്യ തിരിച്ചടിച്ച സ്ഥിതിക്ക് പാകിസ്ഥാൻകാർ വെറുതെ ഇരിക്കുവോ? എന്തുവായാലും യുദ്ധം ഉറപ്പാണ്. നമ്മൾ ഇതിലേക്ക് പരിശീലിച്ച് വെക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ. അപ്പോഴേ എന്തുവായാലും യുദ്ധമൊക്കെ ഉറപ്പാണ്. ആരൊക്കെ എപ്പോഴൊക്കെ കാണുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവരും നമുക്ക് സ്നേഹിച്ചും ബഹുമാനിച്ചും ഒത്തൊരുമയോടൊക്കെ കഴിഞ്ഞുകൂടാ. പിന്നെ മോളെ, ശാന്ത ചേച്ചി മോക്ക് കുറച്ച് പൈസയൊക്കെ തരാനുണ്ട്. മക്കൾ അതൊക്കെ അങ്ങ് എഴുതി തള്ളിയേക്കണം. ജീവനില്ലെങ്കിൽ പിന്നെ പൈസയും കൊണ്ട് എന്തോ പ്രയോജനമാ, ഇല്ലയോ? എന്റെ പൊന്നു ശാന്തേജി, ഉടായിപ്പം കൊണ്ട് ഇറങ്ങല്ലേ. പാകിസ്ഥാൻ നമ്മളെ അടിച്ചോണ്ടാ നമ്മൾ തിരിച്ചടിച്ചത്. ഇനിയും അടിക്കുവാണെങ്കിൽ നമ്മൾ ശക്തമായിട്ട് തന്നെ നേരിടും. അതിനെ നല്ല ചങ്കുറപ്പും ചുണയും മിടുക്കും ഉള്ള പുലിക്കുട്ടികളാണ് നമ്മുടെ ആർമിയിലുള്ളത്, നമ്മുടെ ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് ശാന്തേജി പേടിക്കണ്ട, നമ്മുടെ ഇന്ത്യയെ കാക്കാനേ അവർക്കറിയാം. അതുകൊണ്ടേ മര്യാദയ്ക്ക് വാങ്ങിച്ച കാശ് തിരിച്ചു തന്നോണം. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലായിരുന്നു, നമ്മുടെ കോവിഡിന്റെ സമയത്ത്. യോ മോളെ, ഇപ്പൊ ലോകം അവസാനിക്കുന്ന, നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതാ. കാശാണോ ജീവനാണോ വലുതെന്നൊക്കെ അന്ന് ഇതുപോലെ ചോദിച്ചോണ്ട് വന്നതാ. അന്ന് എൻ്റെ ഇത് വാങ്ങിച്ച പൈസ എല്ലാം ഞാൻ അന്നങ്ങ് എഴുതി തള്ളി. അയ്യോ പാവമല്ലേ എന്ന് വിചാരിച്ചു. ഇനി ഇതുപോലുള്ള ഉടായ്പം കൊണ്ടൊന്നും വന്നേക്കരുത് ചേച്ചി കേട്ടോ. അതുകൊണ്ട് മര്യാദയ്ക്ക് നാളെ തന്നെ എൻ്റെ പൈസ തന്നു. രാവിലെ മോക്ക് ഡ്രില്ലും കൊണ്ട് വന്നേക്കുന്നു.